Last day, we have ended our session with the certification of trademark, in which we have discussed what are the conditions for the registration of certification. So, I hope you have understood up to this. So, we are moving to the new topic, that is well-known trademarks. Well-known trademarks. From the term itself, we can understand that something well-known. നല്ലപോലെ അറിയുന്ന എന്തെന്ന്. So it is defined as the trademark known by large portion of public and that can be immediately recognized as relating to the product and services for which it is used. That is, ഇപ്പോൾ നമ്മൾ ഗൂഗിൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം വാട്ട് ഇസ് ഗൂഗിൾ, സെർച്ച് എഞ്ചിനാണെന്നറിയാം. സോ എയർ ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇറ്റ് ഈസ് എൻ എയർലൈൻ കമ്പനി. അങ്ങനെ ഒരു പേരിലൂടെ തന്നെ ഒരു പബ്ലിക്കിന് പെട്ടെന്ന് അറിയാൻ പറ്റുകയാണ് അവരുടെ ഗുഡ്സ് എന്താണ്, അവരുടെ സർവീസസ് എന്താണെന്ന് അറിയാൻ പറ്റുന്നു. അതിനെയാണ് നമ്മൾ വെൽ നോൺ ട്രേഡ് മാർക്സ് എന്ന് പറയുന്നത്. Trademark known by large portion of the public and can be immediately recognized as relating to the product and services for which it is used. Now we are moving to what is the history of well-known trademarks. What is the history? ഒരു ഗ്ലോബലൈസേഷനാണ് നമ്മൾക്ക് വെൽ നോൺ ട്രേഡ് മാർക്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ നമ്മൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സൊക്കെ ഇന്ത്യയിലേക്ക് അട്രാക്റ്റഡ് ആയി. വി വർ അട്രാക്റ്റിംഗ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ടു ഇന്ത്യ ആൻഡ് സബ്സിക്വൻ്റ്ലി ഫോറിൻ ഇൻവെസ്റ്റേഴ്സൊക്കെ നമ്മുടെ ഇവിടെ വന്ന് ഓരോ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്തു തുടങ്ങി. ദേ കെയിം വിത്ത് സം ഓഫ് ദെയർ ബ്രാൻഡ്സ് ടു. കുറച്ച് ഇൻ്റർനാഷണൽ ബ്രാൻഡ്സും നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു. ബട്ട് ദേ ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഫോളോ ദാറ്റ് സിസ്റ്റം ബിക്കോസ് ദർ വാസ് നോ ലോ. ഒരു ലോ ഉണ്ടായിരുന്നില്ല അവരുടെ പ്രൊഡക്റ്റിനെ അവരുടെ ബ്രാൻഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇൻ ദാറ്റ് കേസ് എ ന്യൂ ലോ വാസ് ഫോംഡ് ഇൻ 1999 വിച്ച് വാസ് ലേറ്റർ ഫോളോഡ് ബൈ ഗാട്ട്. ഗാട്ട് എന്ന് കേട്ടിട്ടു. ഇറ്റ് ഈസ് ജനറൽ അഗ്രിമെൻറ്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ്. അങ്ങനെ 2 റൂൾസ് വന്നു. ആൻഡ് ബൈ ദാറ്റ് ദ പ്രൊഡക്റ്റ് ഗോട്ട് സം ഐഡൻറ്റിറ്റി ഇൻ ഇന്ത്യ ആൻഡ് ദിസ് ലീഡ് ടു ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ദ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്. അവർക്ക് മനസ്സിലായി അവരുടെ വെൽ നോൺ ട്രേഡ് മാർക്സ് ഒക്കെ പ്രൊട്ടക്റ്റഡ് ആണ് എന്നൊരു വിശ്വാസം അവർക്ക് വന്നപ്പോൾ അവർക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ഇന്ത്യയിൽ നടത്താനുള്ള ഒരു ഇൻട്രസ്റ്റ് ഡെവലപ്പായി. അങ്ങനെ കുറേ വലിയ ബ്രാൻഡ്സ് വന്നു ആൻഡ് ദേ വർ ഫ്രീ ഓഫ് എനി ആൻസൈറ്റി ഓഫ് ഇൻഫ്രിഞ്ച്മെൻറ്റ്. വേറൊരാൾ അവരുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമെന്നുള്ളൊരു പേടിയില്ലാതെ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു വിശ്വാസം വന്നു. ദിസ് is the history of well-known trademarks. And ഇങ്ങനെ ഒരു ലോ വന്നതോടെ there was elimination of the duplicate products. ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്ട്സ് ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റിനെ കോപ്പി ചെയ്ത് വേറൊരു പ്രോഡക്റ്റ് ഉണ്ടാകുന്ന കൺസെപ്റ്റ് ഇതിലൂടെ കുറഞ്ഞു. This is the history of well-known trademarks. Trademark Act has defined well-known trademark as. That is very important. ഈ ഒരു ഡെഫിനേഷൻ എല്ലാവരും ഓർത്തിരിക്കുക. ബിക്കോസ് ഇങ്ങനൊരു ഡെഫിനേഷൻ പഠിച്ചു വെച്ചാൽ you will score 100% mark on that question. So, a mark which has become so substantial segment for public which uses such goods and services that the use of such mark in relation to other goods or services would be likely to be taken as indicating a connection in the course of trade between those goods and service and a person using the mark in relation to the first mentioned goods and service. This is the definition given by well-known trademark given for well-known trademark by Trademark Act. So, moving to the next slide. The criteria of well-known trademark. What are the criteria that should be followed for the well-known trademarks? First one, the number of actual or potential consumers of the goods and services. എത്ര കൺസ്യൂമേഴ്സ് ആണ് അല്ലെങ്കിൽ എത്ര ആക്ച്വൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കൺസ്യൂമേഴ്സാണ് ആ ഗുഡ്സ് ആൻഡ് സർവീസസിന്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ക്രൈറ്റീരിയ. സെക്കൻഡ്, number of persons involved in the channels of distribution of goods and services. എത്ര ആൾക്കാരാണ് ഇങ്ങനെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഒരാളിൽ നിന്ന് ആ പ്രൊഡക്റ്റിൻ്റെ ഒറിജിനിൽ നിന്ന് ആ പ്രൊഡക്റ്റിൻ്റെ കൺസ്യൂമർ വരെ എത്തിക്കുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ക്രൈറ്റീരിയ. തേർഡ് വൺ, ബിസിനസ് സൈക്കിൾ ഡീലിംഗ് വിത്ത് ദോസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ആൻഡ് ദ ഫോർത്ത് വൺ, വെൽ നോൺ ടു ദ പബ്ലിക് അറ്റ് ലാർജ്. എപ്പോഴും ഒരു ട്രേഡ് മാർക്കിനെ വെൽ നോൺ ട്രേഡ് മാർക്ക് ആക്കണമെങ്കിൽ അതൊരു ലാർജ് പോർഷൻ ഓഫ് പബ്ലിക്കിന് അറിയുന്നൊരു കാര്യമായിരിക്കണം. ഇഫ് ഇറ്റ് ഈസ് നോട്ട് നോൺ ടു എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഇറ്റ് കാൺ ബി ടോൾഡ് ടു ബി എ വെൽ നോൺ ട്രേഡ് മാർക്ക്. ദീസ് ആർ ദ 4 criteria of well known trademark. What are they?
the number of actual or potential consumers of the goods and service, the number of persons involved in the channel of distribution of goods and service, business cycle dealing with the goods and service, and the last one, well known to the public at large. These are the criteria. Now, the recognition of well-known trademarks for registry. ഒരു രജിസ്ട്രിയിൽ ഇതിന് റെക്കഗ്നൈസ്ഡ് ആവുന്നത് എങ്ങനെയാണ്? There was no special provision for the well-known trademarks for registry. അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നില്ല. So, a committee was formed to review and update it periodically. So, ഒരു കമ്മിറ്റീനെ ആദ്യം ഫോം ചെയ്തു. Right holders can bring any court decision where the marks have been held to be well known to the attention of this committee. എന്നിട്ട് ഈ വെൽ നോൺ ട്രേഡ് മാർക്സിൻ്റെ റൈറ്റ്സ് ഉള്ള ഹോൾഡേഴ്സിന് എന്തെങ്കിലും ഒരു കോർട്ട് ഡിസിഷൻ അവരുടെ മാർക്സിനെ എങ്ങനെയെങ്കിലും രീതിയിൽ പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ അവരെ എങ്ങനെ അത് അറ്റൻഷനിൽ കൊണ്ടുവരും എന്നുള്ളതിന് ദേ ക്യാൻ ബ്രിങ് ദാറ്റ് ഡിസിഷൻ ടു ദ കോർട്ട്. ദിസ് ഇസ് ദ വേ എ വെൽ നോൺ ട്രേഡ് മാർക്ക് ഗെറ്റ്സ് ഇറ്റ്സ് റെക്കഗ്നിഷൻ ഫോർ രജിസ്ട്രി. ആദ്യം ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നില്ല. So, a committee was formed to review, and later the right holders can bring this any court decision where their marks have been held to be known to the attention of this committee. ഇതാണ് recognition of well-known trademarks. These are the 3 points. So, we know what is well-known trademarks and its criteria and its recognition. Now, what is the importance of well-known trademarks? ഈ വെൽ നോൺ ട്രേഡ് മാർക്സ് ഉള്ളത് കൊണ്ട് എന്ത് ഇമ്പോർട്ടൻസ് ആണ് ഒരു പ്രൊഡക്റ്റിന് കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു സർവീസിന് കിട്ടുന്നത് എന്നുള്ളതാണ് ഇതിന് മെൻഷൻ ചെയ്യുന്നത്. ടു എൻഹാൻസ് ദ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ഗൂഗിൾ എന്ന് പറഞ്ഞൊരു സെർച്ച് എഞ്ചിന് ഇത്രയും പ്രചാരത്തിലുള്ളതുകൊണ്ട് നമുക്ക് വേറെ ഇപ്പോൾ യാഹൂ അല്ലെങ്കിൽ ബിങ് അവർക്കൊക്കെ പിന്നെയും നമ്മുടെ ഇന്ത്യയിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. വി ക്യാൻ ഗെയിൻ സംതിങ് ഔട്ട് ഓഫ് ദാറ്റ് എന്നൊരു ഐഡിയ കിട്ടും. അതാണ് ടു എൻഹാൻസ് എ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അതേപോലത്തെ കമ്പനികൾ പിന്നെയും നമ്മുടെ ഇന്ത്യയിൽ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെൽ നോൺ ട്രേഡ് മാർക്സ് രജിസ്ട്രി അല്ലെങ്കിൽ വെൽ നോൺ ട്രേഡ് മാർക്സ് കൊടുക്കുമ്പോൾ സാധ്യമാകുന്നു. സെക്കൻഡ് വൺ, ടു ഹാൻഡിൽ ദ വെൽ നോൺ ട്രേഡ് മാർക്സ് ആൻഡ് റിലേറ്റഡ് ഇഷ്യൂസ്. വെൽ നോൺ ട്രേഡ് മാർക്സിനൊരു രജിസ്ട്രിയോ അതിൻ്റെ ഒരു രജിസ്ട്രേഷനോ ഇല്ലാതെ അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനോ ആരും ഉണ്ടാവില്ല. സോ this well-known trademarks registry or well-known trademarks is required for handling the related issues in trademarks. Third, to maintain identity of products and services globally. To maintain identity. Well-known trademarks ഉള്ളപ്പോൾ നമുക്ക് അറിയാം ആ പ്രൊഡക്റ്റിന് ഓൾ റൗണ്ട് ദ വേൾഡ് ഒരേ ഐഡൻറ്റിറ്റിയാണ്. ഇറ്റ് വോണ്ട് ഡിഫർ ബിറ്റ്വീൻ ദ കൺട്രീസ്. ഒരു കൺട്രിയിൽ ആ പ്രൊഡക്റ്റ് ഇങ്ങനെ അടുത്ത കൺട്രിയിൽ ഇങ്ങനെ ഇന്ന് വ്യത്യാസം വരത്തില്ല. If we are seeing the McDonald's കേട്ടുള്ളത് അതൊരു ഫുഡിൻ്റെ ഒരു കമ്പനിയാണ്. ബട്ട് ദേ ഗീവ് പ്രൊഡക്ട്സ് സെയിം പ്രൊഡക്റ്റ് ഓൾ ഓവർ ദ വേൾഡ്. ചിലപ്പോൾ ടേസ്റ്റിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ ടേസ്റ്റിനെ ഫേവർ ചെയ്തിട്ടായിരിക്കാം ഇന്ത്യൻ ടേസ്റ്റിനെ ഫ്ലേവർ ചെയ്തിട്ടായിരിക്കും ഇന്ത്യൻ കമ്പനീസ്. എന്നാൽ അതേ മക്ഡൊണാൾഡ്സിൻ്റെ തന്നെ ഒരു ഫോറിൻ കൺട്രിയിലുള്ളതിന് വ്യത്യാസം ഉണ്ടാവും. ബട്ട് ദ പ്രൊഡക്റ്റ് വിൽ ബി സെയിം. ദർ ഇസ് സം ഐഡൻറ്റിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് പ്രൊവൈഡഡ്. Fourth one, to protect the reputed mark comprehensively in India by the laws. കുറേ ലോസ് ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ട്രേഡ് മാർക്ക് പ്രൊട്ടക്ഷൻ ആക്ട്, ട്രേഡ് മാർക്ക് ആക്ട് വഴി ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. സോ ദേ ഗെറ്റ് സം റെക്കഗ്നിഷൻ. അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ഈ സംബഡി ഈസ് ഇൻഫ്ലുവൻസിങ് ദാറ്റ് മാർക്ക്, വേറൊരാൾ വിത്തൗട്ട് ദ ഓതറൈസേഷൻ ഈസ് യൂസിങ് ദാറ്റ് മാർക്ക് ഫോർ ഹിസ് ബെനിഫിറ്റ്സ്, ദ കോർട്ട് ക്യാൻ ടേക്ക് ആക്ഷൻ അഗെയിൻസ്റ്റ് ദം. അങ്ങനെ ട്രേഡ് മാർക്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഇതിനൊക്കെയാണ് വെൽ നോൺ ട്രേഡ് മാർക്സിൻ്റെ ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ്, ടു അഡ്രസ് ഇൻഫ്രിഞ്ച്മെൻറ്റ് ഇഷ്യൂസ്. നേരത്തെ ഡിസ്കസ് ചെയ്തത് തന്നെ. അതിനെ ആരെങ്കിലും അൺഓതറൈസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെതിരെ കേസ് കൊടുക്കാനുള്ള റൈറ്റ് ഇങ്ങനൊരു വെൽ നോൺ ട്രേഡ് മാർക്സ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഉള്ളത്. നെക്സ്റ്റ്, ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് ഇഷ്ടമുള്ളത് തന്നെയായിരിക്കും. വെൽ നോൺ ട്രേഡ് മാർക്സ് ആയിട്ടുള്ളൊരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഗുഡ്സ് എപ്പോഴും കൺസ്യൂമർ ഫ്രണ്ട്ലി ആയിരിക്കും. അവരുടെ ഇൻട്രസ്റ്റിനെ കൂടുതൽ കൺസിഡർ ചെയ്തിട്ടായിരിക്കും അങ്ങനെ ഒരു പ്രൊഡക്റ്റ്. ദാറ്റ് ഈസ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ്. നെക്സ്റ്റ്, ടു മെയിൻറ്റെയിൻ സസ്റ്റൈനബിൾ ബിസിനസ് പ്രൊമോഷൻ. ഓൾ റൗണ്ട് ദ വേൾഡ് ഒരേ രീതിയിലുള്ള ബിസിനസ് പ്രൊമോഷൻ ആയിരിക്കും ഇങ്ങനെയുള്ള ഫേമിനുള്ളത്. ആൻഡ് ദേ മെയിൻറ്റെയിൻ എ സസ്റ്റൈനബിൾ പ്രൊമോഷൻ. എപ്പോഴും നിലനിൽക്കുന്ന ഒരു പ്രൊമോഷനായിരിക്കും ഇങ്ങനെ വെൽ നോൺ ട്രേഡ് മാർക്സിനുള്ളത്.
ടു ബിൽഡ് കോൺഫിഡൻസ് അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് ദി പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. നമുക്ക് ആ പ്രൊഡക്റ്റിനൊരു ഇപ്പോൾ ഡെല്ലെന്ന് കേൾക്കുന്നു. ഡെല്ലെന്ന് പറഞ്ഞ കമ്പനി ഇറ്റ്സ് എ വെൽ നോൺ ട്രേഡ് മാർക്ക്. ഡെല്ലെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ്സ് എ ലാപ്ടോപ്പ്. ആൻഡ് അത് ഇന്ത്യയിൽ കിട്ടുന്ന ലാപ്ടോപ്പും ഫോറിനിൽ കിട്ടുന്ന ലാപ്ടോപ്പും ദേ ഹാവ് സം ക്വാളിറ്റി. ആ ക്വാളിറ്റി ചേഞ്ച് ചെയ്യും. ഇന്ത്യൻ ക്വാളിറ്റി കുറഞ്ഞും ഫോറിൻ കിട്ടുന്നതിന് ക്വാളിറ്റി കൂടുതലൊന്നുമില്ല. ദർ വിൽ ബി പ്രൈസ് ഡിഫറൻസ്, അബ്സല്യൂട്ട്ലി പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവാം, ബട്ട് ദ ക്വാളിറ്റി വിൽ ബി ദ സെയിം. ഒരേ മോഡലിന് ഒരേ പ്രൈസ്, ഒരേ ക്വാളിറ്റി ആയിരിക്കും. പ്രൈസ് മേ ഡിഫർ, ബട്ട് ദ ക്വാളിറ്റി ക്യാൻ ബി assured if we are making that a well-known trademark. These are the importance of well-known trademarks. So today's assignment ഇതായിരിക്കും. വെൽ നോൺ ട്രേഡ് മാർക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ജസ്റ്റ് ഒരു വേർഡിലാണ് ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഇഫ് യു ക്യാൻ ട്രൈ, യു ക്യാൻ റൈറ്റ് എ ഫ്യൂ വേർഡ്സ്. ഇത് എൻഹാൻസ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, എങ്ങനെയാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ എൻഹാൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇൻഫ്രിഞ്ച്മെൻറ്റ് ഇഷ്യൂസിനെ ഹാൻഡിൽ ചെയ്യുന്നത്, അങ്ങനെയുള്ളത് ഒരു വിത്ത് 2 lines എക്സ്പ്ലനേഷൻ വെച്ച് ഇതൊരു ഷോർട്ട് ആൻസർ essay ആയിട്ട് എഴുതണം. ദിസ് ഇസ് ദ അസൈൻമെൻറ്റ് ഫോർ ടുഡേ. ഓക്കെ, സോ ദീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് വെൽ നോൺ ട്രേഡ് മാർക്സ്. ഇവിടെ കാണിച്ചിരിക്കുന്ന കുറച്ച് കമ്പനികളുടെ പേരാണ് ടാക്കോബെൽ, മഹീന്ദ്ര, ടാറ്റ, ബാറ്റ, ബിസ്ലറി, ഹമാഡ്, യാഹൂ, വോൾവോ, ഗൂഗിൾ. ഈ പേരുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് അവരെന്താണ്, എന്ത് ഗുഡ്സാണ്, എന്ത് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. These are called well-known trademarks. So, almost our portion is complete. First, we have discussed what is patent, then later what is trademark and its description, then now collective marks, and last well-known trademarks. So, first module almost complete ആണ്. So, ഞാൻ ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് അയക്കുന്നുണ്ടാവും. ഇന്നത്തെ അസൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതുക, എനിക്ക് അയച്ചു തരിക. ഐ വിൽ സെൻഡ് ദാറ്റ് ഇൻ ദ ഗ്രൂപ്പ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ആൻഡ് താങ്ക് യു.